ഇപ്പോഴാ നീ ഒരു ആൺകുട്ടിയാണെന്ന് എനിക്ക് തോന്നിയത്. അച്ഛന്റെ കടങ്ങളെല്ലാം വീട്ടി. ഇനി നിനക്ക് ഈ നാട്ടിൽ നെഞ്ചു വിരിച്ച് നടക്കാം. ഇത് നിന്റെ വസ്തുവിന്റെ പ്രമാണം ഒറിജിനൽ. ഇത് ഈ വസ്തു എനിക്ക് തീരെഴുതി തന്ന പ്രമാണം. ഇതൊരു ഉറപ്പിന് വേണ്ടി നിന്റെ അമ്മയുടെ ഞാൻ ഒപ്പിട്ട് മേടിച്ച ബ്ലാങ്ക് പേപ്പറും ചെക്കും. ഇനി എന്നാത്തിനാ നിന്റെ കണ്ണു നിറയുന്നേ? ഇത് തിരിച്ചിട്ടാൻ വേണ്ടി ഞാൻ ഒരുപാട് അനുഭവിച്ചേ. ഇപ്പൊ സന്തോഷമായില്ലയോ? സത്യത്തിൽ നിന്റെ വീടും പറമ്പും എന്റേതാകുമെന്ന് പ്രതീക്ഷിച്ച് എന്റെ ഭാര്യ ശോശാമ്മ സ്വപ്നം കണ്ട് കഴിയായിരുന്നു. സാരമില്ല, ഞാൻ അവളെ പറഞ്ഞ് മനസ്സിലായിക്കൊള്ളാം. ആവശ്യം വരുമ്പോ നീ വീണ്ടും എന്റെ അടുത്ത് വരുമെന്ന്. ഈ എലുമ്പനത്തിനാ എന്റെ ബാക്കി നിൽക്കുന്നേ. അന്ന് വന്നപ്പോ പറഞ്ഞില്ലേ ഫ്രണ്ടിൽ കയറി നിൽക്കരുതെന്ന്. അങ്ങോട്ട് മാറിയുന്നേ. ഇത് പണം വെക്കുന്ന സേഫാ. അയ്യോ, കുറച്ച് നേരത്തെ പറയായിരുന്നില്ലേ? എല്ലാം കറക്റ്റ് അല്ലയോ? ഒന്നും ബാക്കിയില്ലല്ലോ. അല്ല, എന്തോ ഒന്നും മറന്ന പോലെ. എനിക്കുള്ളതാണോ? അതെ. എനിക്ക് വേഗം തന്നോ, മറക്കണ്ട. തന്നേ. ഇപ്പോഴെനിക്ക് സമാധാനായത്. പലിശ പലിശ പലിശ. അപ്പൊ എല്ലാം സെറ്റിലായില്ലേ? അല്ല, കറിയാച്ചിന് ഞാൻ തന്നത് തിരിച്ചു തരാൻ തോന്നുന്നുണ്ടോ? ഇല്ല, വാങ്ങിച്ചേ ശീലമുള്ളൂ, കൊടുത്ത് ശീലമില്ല. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ നമുക്ക് പിന്നെ കാണാം. ഇങ്ങനെ കാണാനാണ് ഇനി കാണണമെന്നില്ല. അതൊക്കെ അറിയാച്ചാ. ഇതെന്നാ ചുമ്മാ ഒരു രസത്തിന് രണ്ടടിച്ച ഒന്ന് ഫ്രീ. ഇവിടെ നടന്നത് പുറത്താരോടും പറയണ്ട. പലിശ തവണകളായിട്ട് അടച്ചു തീർക്കേണ്ടവർ ഇതുപോലെ അടിച്ചു തീർക്കും. ഇന്നത്തെ ഇൻട്രസ്റ്റ് എല്ലാം പോയി.